പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. രാഷ്ട്രപതി ഭവനിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തത്സമയം അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഔപചാരികമായി തുടങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പുതുമുഖങ്ങളും സ്ഥാനക്കയറ്റം കിട്ടിയവരും വകുപ്പ് മാറ്റം സംഭവിച്ചവരടക്കം 43 പേർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ പുനഃസംഘടന പൂർത്തിയാകുന്നു. അതിൽ പുതുതായുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രാഷ്ട്രപതി ഭവനിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് 50 പേർ ആണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ. 58 मंत्रियों को मंत्रिमंडल में शामिल किया गया था. उसके बाद कुछ मंत्रियों ने इस्तीफा दिया है. कुछ अन्य परिस्थितियां हुई हैं जिसकी वजह से मंत्रिमंडल में रिक्त स्थान हुए हैं और इसी को ध्यान में रखते हुए आज के इस समारोह का आयोजन दरबार हॉल में किया जा रहा है. कुछ ही समय के उपरांत माननीय राष्ट्रपति श्री रामनाथ कोविंद का आगमन होगा, जो आज इस समारोह में केंद्रीय मंत्रिमंडल में शामिल किए जाने वाले मंत्रियों को രാഷ്ട്രപതി ഭവനിൽ അല്പസമയത്തിനകം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരുടെയും സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിമാരായി ഉയർത്തിയ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുകയാണ്. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു എത്തിയിരിക്കുന്നു. ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിവാദ്യം ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരെ നമുക്ക് മുൻനിരയിൽ കാണാം. ഒപ്പം നിയുക്ത മന്ത്രിമാർ 43 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. एक बहुत ही खास अवसर है, एक बहुत ही विशिष्ट अवसर है, खास तौर पर उन महानुभावों के लिए जो केंद्रीय मंत्रिमंडल में पहली मर्तबा अपनी जगह बनाने जा रहे हैं. 43 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. വനിതകളുടെ, പ്രൊഫഷണലുകളുടെ, ടെക്നോക്രാറ്റുകളുടെ, പിന്നോക്ക വിഭാഗങ്ങളുടെ ഒക്കെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് പുനഃസംഘടന നടപ്പാക്കിയിരിക്കുന്നത്. 43 മന്ത്രിമാരിൽ 7 പേർ ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പെടുത്തു നിൽക്കുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മന്ത്രിമാരിൽ ഏറെയും. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്ന വിമർശനങ്ങൾക്കിടയിലാണ് മുഖം മിനുക്കി പുതിയ ഊർജ്ജത്തോടെ മൺസൂൺ സമ്മേളനത്തിനായി പാർലമെന്റിലേക്ക് എത്താൻ മോദി 2.0 തയ്യാറെടുക്കുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരിൽ നാരായൺ റാണെ അടക്കമുള്ളവർ ഉണ്ട്. 43 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നാരായൺ റാണെ, സർബാനന്ദ സോനോവാൾ, ഡോക്ടർ വീരേന്ദ്രകുമാർ, ജ്യോതിരാദിത്യ സിന്ധ്യ, രാമചന്ദ്ര പ്രസാദ് സിംഗ്, അശ്വിനി വൈഷ്ണോ, പശുപതി കുമാർ परस, किरण रिजिजू, राजकुमार सिंह, दरबार हॉल जिसे हरदीप सिंह पुरी, मनसुख मांडविया, भूपेंद्र यादव, परशोत्तम रूपाला, जी किशन रेड्डी, अनुराग सिंह ठाकुर, पंकज चौधरी, अनुप्रिया सिंह पटेल, डॉक्टर सत्यपाल सिंह बागल, राजीव चंद्रशेखर, शोभा करंतलजे, भानु प्रताप सिंह वर्मा, दर्शना विक्रम जरदोश, मीनाक्षी लेखी, अन्नपूर्णा देवी, ए नारायण स्वामी, कौशल किशोर, अजय भट्ट, BL वर्मा, अजय कुमार, चौहान देव सिंह, भगवंत घूबा, कपिल मोरेश्वर पाटिल, प्रतिमा भौमिक, डॉक्टर सुभाष सरकार, डॉक्टर भगवत किशन राव करत, डॉक्टर राजकुमार रंजन सिंह, डॉक्टर भारती प्रवीण पवार, विश्वेश्वर तुडू, शंतनु ठाकुर, डॉक्टर मुंजपरा महेंद्र भाई, जॉन बर्ला, डॉक्टर एल मुरुगन, निश्चित प्रमाणित എന്നിങ്ങനെ 43 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കാൻ പോവുകയാണ്. രാഷ്ട്രപതി ഭവനിൽ ദർബാർ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തുടങ്ങുന്നു. दरबार हॉल में आगमन माननीय राष्ट्रपति रामनाथ कोविंद എത്തുകയാണ്. രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ പുനഃസംഘടനയിൽ 43 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകും.
സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുകയാണ്. രാഷ്ട്രപതി എത്തിക്കഴിഞ്ഞു. आपकी आज्ञा हो तो समारोह प्रारंभ किया जाए। जी। कैबिनेट मंत्री श्री नारायण तातू राणे। കേന്ദ്രമന്ത്രിയായി നാരായൺ റാണയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ക്യാബിനറ്റ് പദവിയോടുകൂടിയാണ് അദ്ദേഹം മോദി സർക്കാരിലേക്ക് വരുന്നത്. मैं नारायण तातू राणे ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगा। मैं भारत की प्रभुता अखंडता अक्षुण्ण रखूँगा श्रद्धा और निष्ठा रखूँगा। मैं भारत की प्रभुता अखंडता अक्षुण्ण रखूँगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से निर्वहन करूँगा तथा मैं भय या पक्षपात अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूँगा। मैं नारायण तातू राणे ईश्वर की शपथ लेता हूँ कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति को या व्यक्तियों को तब के सिवाय जबकि जैसे मंत्री के रूप में अपने कर्तव्य का सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संशोधित या प्रकट नहीं करूँगा। കേന്ദ്ര മന്ത്രിയായി ക്യാബിനറ്റ് പദവിയോടെ നാരായൺ റാണെ മഹാരാഷ്ട്രയിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. 2020 ഒക്ടോബറിലാണ് നാരായൺ റാണെ BJPയിൽ ചേർന്നത്. ശിവസേനയിൽ നിന്ന് പുറത്താക്കിയ ശേഷം കോൺഗ്രസിലേക്കും തുടർന്ന് BJPയിലേക്കും കളം മാറിയ നാരായൺ റാണെ കേന്ദ്ര മന്ത്രിയാകുന്നു. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് നാരായൺ റാണയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്കാണ് അദ്ദേഹം എത്താൻ പോകുന്നതും വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. നാരായൺ താക്കൂർ റാണെ മഹാരാഷ്ട്രയിൽ നിന്ന് കേന്ദ്രമന്ത്രിയാകുന്നു. BJPയിലെത്തി ഒരു വർഷത്തിനകം തന്നെ നാരായൺ റാണയ്ക്ക് കേന്ദ്രമന്ത്രി പദം നൽകുകയാണ് BJP സർക്കാർ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് നാരായൺ റാണെ. ഇനി മഹാരാഷ്ട്രയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. I, Sarvananda Sonowal, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a minister for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Sarvananda Sonowal, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a minister for the Union, except as may be required for the due discharge of my duties as such minister. അസം മുൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. BJP MLA ആണ് നിലവിൽ അദ്ദേഹം.
ഒന്നാം മോദി സർക്കാരിൽ സ്പോർട്സ് യുവജനക്ഷേമകാര്യ മന്ത്രിയായിരുന്നു സർബാനന്ദ സോനോവാൾ. അസം ഗണപരിഷത്ത് വിട്ട് BJPയിലേക്ക് വന്നത് 2011-ലാണ്. തുടർന്ന് ഇക്കഴിഞ്ഞ 10 വർഷം പ്രധാനപ്പെട്ട പല നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ച അസമിൽ നിന്ന് സർബാനന്ദ സോനോവാൾ ക്യാബിനറ്റ് റാങ്കോടെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നു. സംസ്ഥാന തലത്തിലെ ഭരണ പരിചയമാണ് സർബാനന്ദ സോനോവാളിനെ ക്യാബിനറ്റ് റാങ്കോടെ കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ നിന്ന് നാരായൺ റാണയും അസമിൽ നിന്ന് സർബാനന്ദ സോനോവാളും. ഇനി 41 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. मैं डॉक्टर वीरेंद्र कुमार ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या देश के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं डॉक्टर वीरेंद्र कुमार ईश्वर की शपथ लेता हूं कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। ക്യാബിനറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. ഡോക്ടർ വീരേന്ദ്രകുമാർ ഈ മന്ത്രിസഭയിലേക്ക് പ്രൊഫഷണൽസിനെയും അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദധാരികളെയും കൂടുതലായി കൊണ്ടുവരികയാണ് മോദി സർക്കാർ. യുവത്വത്തിന് ഒപ്പം പ്രൊഫഷണലിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മുഖമിനുക്കലാണ് നടക്കുന്നത്. ഡോക്ടർ വീരേന്ദ്രകുമാർ ആ പരിഗണനയോടുകൂടിയാണ് ഈ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. കേന്ദ്രമന്ത്രിയായി ഡോക്ടർ വീരേന്ദ്രകുമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇനി 40 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കാനുള്ളത്. എല്ലാ മേഖലകൾക്കും കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടാണ് പുനഃസംഘടന. അക്ഷരാർത്ഥത്തിൽ ഒരു മുഖം മിനുക്കൽ തന്നെയാണ് നടക്കുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഇന്നത്തെ ഈ ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരുന്നു ക്യാബിനറ്റ് റാങ്കോടെ. मैं ज्योतिरादित्य माधवराव सिंधिया ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वाह करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं ज्योतिरादित्य माधवराव सिंधिया ईश्वर की शपथ लेता हूं कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में मैं अपने कर्तव्यों के संयुक्त निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष या अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। രാജ്യസഭാംഗമാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ കാത്തിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് ക്യാബിനറ്റ് റാങ്കോടെ ജ്യോതിരാദിത്യ സിന്ധ്യ എത്തുകയാണ്. മധ്യപ്രദേശിൽ BJPക്ക് അധികാരം തിരിച്ചുപിടിക്കാൻ സഹായകമായത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ചുവടുമാറ്റമായിരുന്നു. അതിനുള്ള പ്രത്യുപകാരം കൂടിയായി മാറുന്നു ഈ മന്ത്രി പദവി. श्री रामचंद्र प्रसाद सिंह। मैं रामचंद्र प्रसाद सिंह ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं रामचंद्र प्रसाद सिंह ईश्वर की शपथ लेता हूं
कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूँगा। രാംചന്ദ്ര പ്രസാദ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഘടകകക്ഷികൾക്കും കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് രാംചന്ദ്ര പ്രസാദ് സിംഗ് എത്തുന്നത്. JDUവിന്റെ ദേശീയ പ്രസിഡന്റാണ് രാംചന്ദ്ര പ്രസാദ് സിംഗ്. കഴിഞ്ഞ 2019 മന്ത്രിസഭയിൽ ചേരാനില്ലെന്ന് നിലപാടെടുത്ത JDU ഇപ്പോൾ മനം മാറ്റിയിരിക്കുന്നു. 4 മന്ത്രിമാരെയാണ് JDUവിന് ഇത്തവണ പുനഃസംഘടനയിൽ നൽകിയിരിക്കുന്നത്. അതിൽ രാംചന്ദ്ര പ്രസാദ് സിംഗ് JDU ദേശീയ പ്രസിഡന്റ്. मैं अश्विनी वैष्णव ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूँगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूँगा। मैं अश्विनी वैष्णव ईश्वर की शपथ लेता हूँ कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूँगा। അഡ്മിനിസ്ട്രേറ്റീവ് റോളിൽ നിന്നും അശ്വിനി വൈഷ്ണവ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് റോളായിരുന്നെങ്കിൽ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അദ്ദേഹം എത്തുന്നു. അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അശ്വിനി വൈഷ്ണവ് എത്തുന്നു. നിലവിൽ ഒഡീഷയെ പ്രതിനിധീകരിച്ച് രാജ്യസഭാംഗമാണ് അശ്വിനി വൈഷ്ണവ്. श्री पशुपति कुमार पारस। പശുപതി കുമാർ പരസിന്റെ കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള വരവ് തികച്ചും നാടകീയമായാണ്. സഹോദരൻ രാംവിലാസ് പാസ്വാൻ ഒഴിഞ്ഞ കസേരയിലേക്ക് സഹോദരൻ പശുപതി കുമാർ പരസ് എത്തുമ്പോൾ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാനുമായി ഇടഞ്ഞുകൊണ്ടാണ് NDAക്കൊപ്പം പശുപതി കുമാർ പരസ് എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. मैं पशुपति कुमार पारस ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूँगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूँगा। मैं पशुपति कुमार पारस ईश्वर की शपथ लेता हूँ कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवा जबकि ऐसे मंत्री के रूप में अपने कर्तव्यों को सभ्यक निर्वहन के लिए ऐसा करना अपेक्षित होगा, तो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूँगा। പശുപതി കുമാർ പരസ് കേന്ദ്രമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ തൊട്ടു മുൻപ് ചിരാഗ് പാസ്വാൻ ഇട്ട ഒരു ട്വീറ്റും ശ്രദ്ധേയമാണ്. ലോക് ജനശക്തി പാർട്ടിയിൽ നിന്ന് താൻ പുറത്താക്കിയതാണ് പശുപതി കുമാർ പരസിനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നാണ് ചിരാഗ് പാസ്വാന്റെ ട്വീറ്റ്. LJPയുടെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നു പശുപതി കുമാർ പരസ്, രാംവിലാസ് പാസ്വാന്റെ സഹോദരൻ. LJPയുടെ കോട്ടയിൽ പശുപതി കുമാർ പരസിനെ ഉൾപ്പെടുത്തരുതെന്നാണ് ചിരാഗ് പാസ്വാന്റെ വാദം. പക്ഷേ നരേന്ദ്രമോദി അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. പശുപതി കുമാർ പരസ് കേന്ദ്ര മന്ത്രിയാകുന്നു.
किरेन रिजिजू। കിരൺ റിജിജു സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുകയാണ്. ഈ സർക്കാരിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ പേരിലാണ് കിരൺ റിജിജുവിന്റെ സ്ഥാനക്കയറ്റം. शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं किरेन रिजिजू ईश्वर की शपथ लेता हूं कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। കിരൺ റിജിജു, അഡ്വക്കേറ്റ് കിരൺ റിജിജു എന്നാണ് നമ്മൾ പറയേണ്ടത്. അദ്ദേഹം സ്പോർട്സ് യുവജനകാര്യ സഹമന്ത്രിയായിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ്. മികച്ച പ്രകടനമെന്നാണ് കിരൺ റിജിജുവിനെ കുറിച്ചുള്ള വർക്ക് റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണൽ എന്ന അടിസ്ഥാനത്തിൽ കിരൺ റിജിജുവിന് സ്ഥാനക്കയറ്റം. കേന്ദ്രമന്ത്രിയായി ക്യാബിനറ്റ് റാങ്കിലേക്ക് കിരൺ റിജിജു എത്തുന്നു. श्री राजकुमार सिंह। मैं राजकुमार सिंह ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं राजकुमार सिंह ईश्वर की शपथ लेता हूं कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसा मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। രാജ്കുമാർ സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. നിലവിൽ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയായി അദ്ദേഹം ഉയരുന്നു. മികച്ച പ്രകടനമാണ് പവർ റിന്യൂവബിൾ എനർജി സെക്ടറിൽ അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തിൽ കാഴ്ചവെച്ചത് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്കുമാർ സിംഗ് കേന്ദ്രമന്ത്രിയായി മാറുന്നത്. श्री हरदीप सिंह पुरी। I, Hardeep Singh Puri, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Hardeep Singh Puri, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a minister for the Union, except as may be required for the due discharge of my duties as such minister. ഹർദീപ് സിംഗ്
സിംഗ് പുരി ഇപ്പോൾ നിലവിൽ കൈകാര്യം ചെയ്യുന്നത് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ചുമതല, അതോടൊപ്പം തന്നെ പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ ചുമതല എന്നിവയാണ്. വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഹർദീപ് സിംഗ് പുരി പോകുന്നുവെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്രമന്ത്രിയായി ഹർദീപ് സിംഗ് പുരി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കോവിഡ് കാലത്തെ വന്ദേ ഭാരത് मांडविया അടുത്തതായി മൻസുഖ് മാണ്ഡവ്യയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. मैं मनसुख मांडविया ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं मनसुख मांडविया ईश्वर की शपथ लेता हूँ कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। നിലവിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് മൻസുഖ് മാണ്ഡവ്യ. അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പോർട്സ് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസവും വാക്സിൻ നിർമ്മാണത്തിലടക്കമുള്ള കാര്യങ്ങളിൽ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായുള്ള മന്ത്രിയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. ഈ ഒരു കോവിഡ് കാലത്തെ പ്രവർത്തന മികവാണ് മൻസുഖ് മാണ്ഡവ്യയെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. श्री भूपेंद्र यादव मैं भूपेंद्र यादव ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं भूपेंद्र यादव ईश्वर की शपथ लेता हूं कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। ഭൂപേന്ദർ യാദവ് രാജസ്ഥാനിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഭൂപേന്ദർ യാദവ്. രാജസ്ഥാന്റെ പ്രതിനിധിയായി ഭൂപേന്ദർ യാദവ്. श्री परसोत्तम रूपाला मैं परसोत्तम खोड़ाभाई रूपाला ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं परसोत्तम खोड़ाभाई रूपाला ईश्वर की शपथ लेता हूं कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा
उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूँगा। പർഷോത്തം ഖോഡാഭായ് റുപാല ഗുജറാത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. നിലവിൽ പഞ്ചായത്ത് രാജ്, കൃഷി, കർഷകക്ഷേമ സഹമന്ത്രിയാണ് പർഷോത്തം ഖോഡാഭായ് റുപാല. ഗുജറാത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പർഷോത്തം ഖോഡാഭായ് റുപാല എത്തുകയാണ്. പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. श्री जी किशन रेड्डी। मैं गंगापुरम किशन रेड्डी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं गंगापुरम किशन रेड्डी ईश्वर की शपथ लेता हूं कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब की सिवाय जबकि ऐसी मंत्री के रूप में अपने कर्तव्यों का सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। ഗംഗാപുരം കിഷൻ റെഡ്ഡി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്തപ്പെടുകയാണ്. നിലവിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് ജി കിഷൻ റെഡ്ഡി. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിസ്ഥാനം ലഭിക്കുന്നു. വകുപ്പുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. 1980 മുതൽ പടിപടിയായി ബിജെപിയിൽ ഉയർന്നു വരുന്ന നേതാവാണ് ഗംഗാപുരം കിഷൻ റെഡ്ഡി. സെക്കന്ദരാബാദിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. श्री अनुराग सिंह ठाकुर। मैं अनुराग सिंह ठाकुर ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूँगा तथा मैं भय, पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूँगा। मैं अनुराग सिंह ठाकुर ईश्वर की शपथ लेता हूँ कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूँगा। അനുരാഗ് സിംഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള എംപിയാണ്. നിലവിൽ കേന്ദ്ര ധനവകുപ്പിൽ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു വരുന്നു അനുരാഗ് സിംഗ് ഠാക്കൂർ. ഹിമാചൽ പ്രദേശിലേക്ക് ഒരു ക്യാബിനറ്റ് ബർത്ത് എത്തുകയാണ്. അനുരാഗ് സിംഗ് ഠാക്കൂർ സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുകയാണ്.
राज्य मंत्री श्री पंकज चौधरी। मैं पंकज चौधरी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के राज्य मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या देश के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं पंकज चौधरी ईश्वर की शपथ लेता हूं कि जो विषय संघ के राज्य मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे राज्य मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। തെരഞ്ഞെടുപ്പെടുത്ത ഉത്തർപ്രദേശിലേക്ക് ഒരു മന്ത്രിസ്ഥാനം കൂടി എത്തുന്നു. പങ്കജ് ചൗധരി, 68കാരനായ പങ്കജ് ചൗധരി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ലോക്സഭകളിലേക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് പങ്കജ് ചൗധരിക്ക്. ഇപ്പോൾ മന്ത്രിസ്ഥാനം അത് സ്വതന്ത്ര ചുമതലയോടുകൂടിയുള്ള സഹമന്ത്രി സ്ഥാനമാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. പങ്കജ് ചൗധരി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തും. श्रीमती अनुप्रिया सिंह पटेल। ഉത്തർപ്രദേശിലേക്ക് ഒരു മന്ത്രി കൂടി. मैं अनुप्रिया सिंह पटेल सत्यनिष्ठा से प्रतिज्ञान करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी। मैं संघ के राज्य मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगी तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगी। मैं अनुप्रिया सिंह पटेल सत्यनिष्ठा से प्रतिज्ञान करती हूँ कि जो विषय संघ के राज्य मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे राज्य मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगी। ഉത്തർപ്രദേശിൽ നിന്ന് അപ്നാദളിന്റെ അധ്യക്ഷ അനുപ്രിയ സിംഗ് പട്ടേൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഒന്നാം മോദി സർക്കാരിൽ സഹമന്ത്രിയായിരുന്നു അനുപ്രിയ സിംഗ് പട്ടേൽ. അനുപ്രിയയുടെ അച്ഛൻ സോണേലാൽ പട്ടേൽ രൂപീകരിച്ച അപ്നാദളിന്റെ നിലവിലെ അധ്യക്ഷയാണ് അനുപ്രിയ സിംഗ് പട്ടേൽ. മിർസാപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയ അനുപ്രിയ സിംഗ് പട്ടേൽ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ്. കേന്ദ്രമന്ത്രിസഭയിലേക്ക് അനുപ്രിയ സിംഗ് പട്ടേൽ. രണ്ടാം മോദി സർക്കാരിന്റെ പുനഃസംഘടനയിൽ അനുപ്രിയ സിംഗ് പട്ടേലും അപ്നാദളും ഉൾപ്പെടുന്നു. प्रोफेसर SP सिंह बघेल। मैं प्रोफेसर SP सिंह बघेल ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा।
मैं संघ के राज्य मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं प्रोफेसर SP सिंह बघेल ईश्वर की शपथ लेता हूं कि जो विषय संघ के राज्य मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे राज्य मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। ഡോക്ടർ സത്യപാൽ സിംഗ് ബഘേൽ നേരത്തെ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹവും മന്ത്രിസഭയിലേക്ക് എത്തുന്നു. സമാജ്വാദി പാർട്ടിയിൽ നിന്നും ലോക്സഭയിൽ മുൻപെത്തി സർക്കാരിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള SP സിംഗ് ബഘേൽ എന്ന സത്യപാൽ സിംഗ് ബഘേൽ ഇക്കുറി BJPയുടെ അംഗമായി 2014 മുതൽ BJPയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലേക്കും എത്തും. श्री राजीव चंद्रशेखर। I, Rajiv Chandrasekhar, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favour, affection or ill will. I, Rajiv Chandrasekhar, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. കേന്ദ്ര സഹമന്ത്രിയായി രാജീവ് ചന്ദ്രശേഖർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിൽ NDAയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിച്ചു വരികയാണ്. കേരളവുമായി ബന്ധമുള്ള മലയാളിയായ കർണാടകത്തിൽ നിന്ന് രാജ്യസഭാംഗമായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രിയായി പുനഃസംഘടനയിൽ ഇടം നേടും. सुश्री शोभा करंडलाजे। ഏഴ് വനിതകളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് പുനഃസംഘടനയുടെ ഭാഗമാകുന്നത്. ശോഭ കരന്തലജെ, മലയാളികൾക്ക് പരിചിതയായ ശോഭ കരന്തലജെ സത്യപ്രതിജ്ഞ ചെയ്യും. I, Shobha Karandlaje, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will write to the all manner of people in accordance with the Constitution and the law without fear and favour, affection or ill will. I, Shobha Karandlaje, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. കർണാടകത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിന് പിന്നാലെ ശോഭ കരന്തലജയും കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. കർണാടകത്തിൽ വക്കലിഗ സമുദായത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരു ഫയർ ബ്രാൻഡ് രാഷ്ട്രീയ നേതാവ്, അതാണ് ശോഭ കരന്തലജയെ കർണാടക രാഷ്ട്രീയത്തിൽ വ്യത്യസ്തയാക്കി നിർത്തുന്നത്. മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ
തണലിൽ ശോഭ കരന്തലജെ വളർന്ന് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നു, സഹമന്ത്രിയായി മാറുന്നു. വൊക്കലിക സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു മോദി സർക്കാർ. കർണാടകത്തിൽ സ്വാധീനം കൂട്ടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ അവിടേക്ക് പോകുന്നത്. मैं भानु प्रताप सिंह वर्मा ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के राज्य मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या दोष के बिना किसी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं भानु प्रताप सिंह वर्मा ईश्वर की शपथ लेता हूं कि जो विषय संघ के राज्य मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब तक के सेवा जबकि ऐसे राजमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। ഭാനു പ്രതാപ് സിംഗ് വർമ്മ SC വിഭാഗത്തിലേക്ക് ഉത്തർപ്രദേശിൽ നിന്ന് നിർണായകമായ മന്ത്രിസ്ഥാനങ്ങൾ നൽകുകയാണ് പുനഃസംഘടനയിൽ മോദി സർക്കാർ. SC വിഭാഗത്തിന് പ്രതിനിധിയായി ഭാനു പ്രതാപ് സിംഗ് വർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടാം മോദി സർക്കാരിന്റെ ഭാഗമാവുകയാണ്. ജലാൻ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ഭാനു പ്രതാപ് സിംഗ് വർമ്മ. ഉത്തർപ്രദേശിലേക്ക് ഒരു മന്ത്രിസ്ഥാനം കൂടി എത്തുന്നു. ലോക്സഭയിലെ വളരെ സജീവമായ സാന്നിധ്യമാണ് ഭാനു പ്രതാപ് സിംഗ് വർമ്മ. श्रीमती दर्शना विक्रम जारदोश। मैं दर्शना विक्रम जरदोस ईश्वर की शपथ लेती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी। मैं संघ के राज्य मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगी तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगी। मैं दर्शना विक्रम जरदोश ईश्वर की शपथ लेती हूँ कि जो विषय संघ के राज्य मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे राज्य मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगी। ദർശന വിക്രം ജർദോഷ് ഗുജറാത്തിലെ സൂററ്റിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നു. BJP അംഗം സൂററ്റിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നു ദർശന വിക്രം ജർദോഷ്. 2014-ലും 2019-ലും സൂററ്റിൽ നിന്ന് വിജയിച്ചെത്തിയ ദർശന കേന്ദ്രമന്ത്രിസഭയിലേക്ക് സഹമന്ത്രിയായി ഉൾപ്പെടുകയാണ്. श्रीमती मीनाक्षी लेखी। मैं मीनाक्षी लेखी ईश्वर की शपथ लेती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता को अक्षुण्ण रखूंगी। मैं संघ के राज्य मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगी तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगी।
मैं मीनाक्षी लेखी ईश्वर की शपथ लेती हूँ कि जो विषय संघ के राज्य मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे राज्य मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूँगी। ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക്, അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്ക്. 2014-ലും 2019-ലും ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയ മീനാക്ഷി ലേഖി തീപ്പൊരി നേതാവ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. റഫാൽ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തതും മീനാക്ഷി ലേഖിയായിരുന്നു. श्रीमती अन्नपूर्णा देवी, मैं अन्नपूर्णा देवी सत्यनिष्ठा से प्रतिज्ञा करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी। मैं संघ के राज्य मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगी तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगी। मैं अन्नपूर्णा देवी सत्यनिष्ठा से प्रतिज्ञा करती हूँ कि जो विषय संघ के राज्य मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे राज्य मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगी। ഝാർഖണ്ഡിലേക്ക് മന്ത്രിസ്ഥാനമെത്തുന്നു അന്നപൂർണ ദേവി യാദവ്. ഝാർഖണ്ഡിലെ കൊഡർമയിൽ നിന്നുള്ള MP-യാണ്. BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ് അന്നപൂർണ ദേവി. മോദി സർക്കാരിന്റെ പുനഃസംഘടനയുടെ ഭാഗമായി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തും. സാമൂഹിക പ്രവർത്തക, ഒപ്പം ബിരുദാനന്തര ബിരുദധാരി. I, Anikal Abbayya Narayan Swami, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and consciously discharge my duties as a Minister of State for the Union and that I will do right to the all manners of people in accordance with the Constitution and the law without fear or favor, affection or ill will. I, Anikal Abbayya Narayan Swami, do solemnly affirm that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union except as by the required for the due discharge of my duties as such Minister of State. കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ദളിത് പ്രാതിനിധ്യം, ഒപ്പം കർണാടകത്തിൽ നിന്നുള്ള സാന്നിധ്യം. BJP MP A നാരായണസ്വാമിയും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നു. സഹമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കിയിരിക്കുന്നു. 4 തവണ MLA ആയ A നാരായണസ്വാമിയുടെ ഭരണപരിചയവും അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള വഴിയൊരുക്കി. 25 മന്ത്രിമാരാണ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനിയും 18 പേരുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നു.